ഭാഗ്യ സ്റ്റേഡിയം തിലക് മൈതാൻ, ഭാഗ്യ ജേഴ്സി മഞ്ഞ, ഭാഗ്യം കൊണ്ടുവരുന്ന പരിശീലകൻ ഇവാൻ വുക്കമനോവിച്ച്, ഭാഗ്യം നേടിത്തരുന്ന നമ്മുടെ 11 കൊമ്പന്മാർ, ഇവരുടെ ഒപ്പം വിജയത്തിന്റെ ഭാഗ്യവും ഫുട്ബോൾ ദൈവങ്ങളും ഫൈനൽ പ്രവേശനവും നമ്മുടെ കൂടെ പോരും എന്ന് കരുതാം. വേൾഡ് കപ്പ് വിജയാഘോഷത്തിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് നമ്മൾ 3 ദിവസം മുൻപ് കണ്ടത്. ഇനിയാണ് യഥാർത്ഥ ജംഷഡ്പൂർ എഫ്സിക്കെതിരെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ 1ാം സെമിയുടെ 2ാം പാദ മത്സരത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് കടക്കുകയാണ്. ആദ്യ പാദ മത്സരത്തിൽ എന്നതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു നല്ല 11 ഫീൽഡ് ചെയ്യിക്കാൻ സാധിക്കും ഈ മത്സരത്തിലും. കാരണം പരിക്കിന്റെ പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ സസ്പെൻഷന്റെ തലവേദനയോ ഒന്നും കേരള ബ്ലാസ്റ്റേഴ്സിനെ അലട്ടുന്നില്ല എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വാർത്തകൾ. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നങ്ങളുമില്ല. മുന്നേറ്റത്തിൽ അൽവാരോയും പെരേര ഡയസും തന്നെ വരും. ലൂണ, സഹൽ, പ്യുട്ടിയ എന്നിവരൊക്കെ മിഡ്ഫീൽഡിൽ ഇറങ്ങും. ജീക്സൺ 11ലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഖബ്ര, ലെസ്കോ, അതേപോലെ ഹോർമി ഡിഫൻസിൽ ഫസ്റ്റ് 11ൽ കളിക്കും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന സൂചന. സഞ്ജീവോ അതല്ലെങ്കിൽ സന്ദീപോ ആദ്യ ലെവലിൽ വരാം. ആര് കളിച്ചാലും ഗോൾ പോസ്റ്റിൽ ഗിൽ കളിക്കും. ഇവർ ഏത് ടീമിനെ ഇറക്കിയാലും നല്ലൊരു ശക്തമായ 11 തന്നെ 2ാം പാദത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇറക്കും എന്ന് നമുക്ക് കരുതാം. അതാണ് ഫുൾ ഫിറ്റാണ് ടീം, റയറിംഗ് ടു ഗോ എന്നുള്ളതാണ് ക്യാമ്പിലെ മൂഡ്. ഇനി ആദ്യ പാദ മത്സര ഫലം നോക്കിക്കഴിഞ്ഞാൽ ജംഷഡ്പൂർ 1 ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സിനോട് തോറ്റു ആദ്യ പാദം. സോ 0-1 1 ഗോളിന്റെ പുറകിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ മത്സരത്തെ നമ്മൾ സാങ്കേതികമായി അനലൈസ് ചെയ്താൽ 2ാം പാദത്തിലേക്ക് പോകുമ്പോൾ ജംഷഡ്പൂരിന് ഒറ്റ ലക്ഷ്യമേ ഉണ്ടാകൂ. ആ കിക്ക് ഓഫ് മുതൽ അറ്റാക്ക് ഫുട്ബോൾ കളിക്കുക, സ്കോർ ചെയ്യുക, അറ്റാക്ക് ആൻഡ് സ്കോർ ഗോൾസ്. അതുകൊണ്ട് ആ തീരുമാനം എടുക്കാൻ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും, അതായത് ഐ മീൻ ഈ 2ാം പാദ മത്സരത്തിൽ കളി ആസൂത്രണം ചെയ്യാൻ, എങ്ങനെ കളിക്കണം എന്ന കാര്യം ആസൂത്രണം ചെയ്യാൻ ജംഷഡ്പൂരിന് കൂടുതൽ റിസർച്ചിന്റെ കാര്യമില്ല. ജസ്റ്റ് ഗോ ദർ, കിക്ക് ഓഫ് മുതൽ അറ്റാക്ക് ചെയ്യുക, സ്കോർ ചെയ്യുക. കാരണം അവർ ഓൾറെഡി ആദ്യ പാദത്തിൽ 1 ഗോളിന് പുറകിൽ ആയി കഴിഞ്ഞു. കേരള ബ്ലാസ്റ്റേഴ്സിനെ നോക്കിയാലാണ് ഒരു പക്ഷേ ഐ അഗെയിൻ റിപ്പീറ്റ് ഞാൻ പറയുകയാണ്, ടെക്നിക്കലി ഈ മത്സരത്തിനെ വിലയിരുത്തിയാൽ ബിഫോർ ദ മാച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കർട്ടൻ റൈസർ എന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രഷർ വേണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനായിരിക്കും. ഓൺലി ബിക്കോസ് 1 ഗോളിന്റെ ലീഡ് ഉണ്ട്. ആ 1 ഗോളിന്റെ ലീഡ് 2ാം പാദത്തിൽ നിലനിർത്തി സമനിലയാണെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് നമുക്ക് അനായാസം ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യാം. അപ്പൊ അങ്ങനെ 1-0 ലീഡ് ഈ 2 ലെഗായി നടക്കുന്ന സെമി ഫൈനലുകളുടെ ഒരു പ്രത്യേകത, ആദ്യ പാദത്തിൽ 1-0 ലീഡ് നേടിയിരിക്കുന്ന ടീം 2ാം പാദം കളിക്കാൻ ഇറങ്ങുമ്പോൾ ഏത് തരത്തിലുള്ള ആസൂത്രണമാണ്, ഏത് തരത്തിലുള്ള ഗെയിം പ്ലാൻ ആണ് 2ാമത്തെ മത്സരത്തിന് വേണ്ടി ആ ടീം അവലംബിക്കുക, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആസൂത്രണം സ്വീകരിക്കണം, ആസൂത്രണം നടത്തണം എന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയ ആശയക്കുഴപ്പങ്ങൾ വരാം. അത് സ്വാഭാവികമായി വരുന്ന ആശയക്കുഴപ്പമാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഓൾറെഡി 1-0 ലീഡാ. നമുക്ക് ആദ്യം ഡിഫെൻഡ് ചെയ്യണോ, സമനിലയ്ക്ക് വേണ്ടി കളിക്കണോ, അതല്ലെങ്കിൽ എയർലി ഗോൾസ് 15 മിനിറ്റിനുള്ളിൽ 1-2 ഗോളുകൾ കൂടി നേടി ഉറപ്പിക്കണോ, സിമെന്റ് ചെയ്യണോ ഫൈനൽ പ്രവേശനം. ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ആശയക്കുഴപ്പം മൂലം സംഭവിക്കാവുന്ന ഒരു പ്രഷർ വേണമെങ്കിൽ സ്വയം നേരിടേണ്ടി വന്നേക്കാം. ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്. പക്ഷേ എന്തിനും ഉത്തരമുള്ള ഒരു പരിശീലകൻ നമുക്കൊപ്പമുള്ളതാണ് ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത്. കാരണം ഇതിന് സമാനമായ സിറ്റുവേഷൻസ് ലീഗിൽ ഒരുപാട് തവണ നമ്മൾ നേരിട്ടു. അപ്പോഴൊക്കെ ആ മത്സരങ്ങളിലെല്ലാം കൃത്യമായ ഗെയിം പ്ലാനും കൃത്യമായ മറുപടിയോടെയാണ് നമ്മുടെ കോച്ച് ഇവാൻ വുക്കമനോവിച്ച് മൈതാനത്തേക്ക് വന്നത്. സോ അദ്ദേഹത്തിൽ നമുക്ക് പൂർണ്ണ വിശ്വാസം ഒരിക്കൽ കൂടി അർപ്പിക്കാം. ഈ ഒരു സിറ്റുവേഷനിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ
കൃത്യമായ ഒരു റിസർച്ചും കൃത്യമായ ഒരു ഗെയിം പ്ലാനും ആസൂത്രണവും എക്സിക്യൂഷനും ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് കരുതാം. സോ ടീമിനെ കുറിച്ച് അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ 2 ലെഗുകളായിട്ട് നടക്കുന്ന ലീഗുകളുടെ വലിയ ലീഗുകളുടെ സെമി ഫൈനൽ മത്സരം വാസ്തവത്തിൽ ആവേശകരമാകുന്നത് ശരിക്കും പറഞ്ഞാൽ ഫുട്ബോൾ ഈസ് ആൻ എക്സൈറ്റ്മെന്റ് ഓഫ് 90 മിനിറ്റ്സ്. 90 മിനിറ്റിന്റെ ആവേശമാണ് ഫുട്ബോൾ. പക്ഷേ 2 ലെഗുകളിലായി നടക്കുന്ന മത്സരം ശരിക്കും പറഞ്ഞാൽ 180 മിനിറ്റ് നീളുന്ന ഒരു ആവേശമാണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് ലെഗിന്റെ റിസൾട്ട് ഏതെങ്കിലും ഒരു ടീമിന് 1-0 എന്ന രീതിയിൽ മാത്രം അനുകൂലമാണെങ്കിൽ. സോ അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ചു പറയാം, ഈ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ജംഷഡ്പൂർ FC ഒന്നാം സെമിയുടെ 2ാം പാദം യഥാർത്ഥത്തിൽ 2ാം പകുതിയാണ്. ഈ മത്സരത്തെ നമുക്ക് ഒരു സെമിയുടെ 2ാം പകുതിയായിട്ട് തന്നെ കാണാം. സോ 2ാം പകുതി ആരംഭിക്കാൻ പോകുന്നു എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഈ മത്സരത്തെ നമ്മൾ സമീപിക്കേണ്ടത്. സോ ആദ്യത്തെ കളി നമ്മൾ 1-0 ജയിച്ച ഫസ്റ്റ് ലെഗ്, കൃത്യമായ ഗെയിം പ്ലാൻ, സഹലിന്റെ ആ ഗോളിനെ കുറിച്ച് പിന്നീട് മത്സരശേഷം കോച്ചുമായി വളരെ വിശദമായി പേഴ്സണലി സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നു. കോച്ച് വളരെ കൃത്യമായി അതിനെക്കുറിച്ച് എന്നോട് വിവരിച്ച് നൽകുകയും ചെയ്തിരുന്നു. കാരണം ആ മത്സരത്തിലും ഇനി നടക്കാൻ പോകുന്ന 2ാം പാദത്തിലും പീറ്റർ ഹാർട്ട്ലിയെയും എലി സാബിയെയും എപ്പോഴൊക്കെ അവരുടെ ഡിഫൻസിന്റെ സെന്ററിൽ നിന്നും ശ്രദ്ധ ആകർഷിച്ച് അകറ്റി നിർത്താൻ കഴിയുന്നോ അത്രയും സാധ്യതയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോളുകൾ നേടാൻ. ഈ തന്ത്രം തന്നെയാണ് ആദ്യ കളിയിൽ നടപ്പാക്കിയത്. അൽവാരോ വാസ്കസിനെ സ്വന്തം ഹാഫിലേക്ക് പിറകിലേക്ക് വലിച്ചു നിർത്തി കളിപ്പിക്കുക, കുറച്ച് ഇറക്കി കളിപ്പിക്കുക. സോ അൽവാരോ വാസ്കസ് പുറകിലേക്ക് ഇറങ്ങുമ്പോൾ അൽവാരോ വാസ്കസിന്റെ കൂടെ എതിരാളികളുടെ ഏതെങ്കിലും ഒരു സെന്റർ ബാക്ക് എപ്പോഴും വാസ്കസിനെ മാർക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അവിടെ കിട്ടുന്ന ഓപ്പണിംഗിലേക്കാണ് സഹൽ ഹാസ് ടു റൺ ബിഹൈൻഡ് ദ ഡിഫൻസ്. സഹൽ എപ്പോഴും ഡിഫൻസിനെ പിന്നിലാക്കി ഓടിക്കൊണ്ടേയിരിക്കണം. സോ നമുക്ക് ആ പാസ് ഒരിക്കൽ കൂടി റിവൈൻഡ് ചെയ്യാമെന്ന് ഓർത്തൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. കാരണം അൽവാരോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹാഫിൽ നിന്നാണ് ആ ഓവർ ഹെഡ് ബോൾ ത്രൂ ദ സെന്റർ കൊടുക്കുന്നത്. ആ പന്തിലേക്കാണ് സഹൽ ഓടി വരുന്നത്. സഹൽ ഓടി വരുമ്പോൾ സഹലിനെ മാർക്ക് ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്നത് ജംഷഡ്പൂരിന്റെ ജേഴ്സി നമ്പർ 6 റിക്കിയാണ്. റിക്കിയെ സഹൽ അനായാസം ബീറ്റ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ കണ്ടു ആ ഗോളിൽ ബീറ്റ് ചെയ്തു എന്നുള്ളതും ആ ഗോള് അവസാനത്തെ എക്സിക്യൂഷൻ സഹലിന്റെ ഒരു പേഴ്സണൽ ബ്രില്യൻസ് തന്നെയാണ്, അതിലൊരു സംശയവും വേണ്ട. സോ ഇത്തരം കാര്യങ്ങൾ 2ാം പാദത്തിലും ആവർത്തിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ ജാഗരൂകരാകണം. കാരണം 2ാം പാദത്തിൽ ജംഷഡ്പൂർ ശരിക്കും ഒരു മുറിവേറ്റ മൃഗമാണ്. അവരെ കൊണ്ട് കളിപ്പിക്കാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പിന്നെ നമ്മുടെ താരങ്ങളെ കുറിച്ച് പറയുമ്പോൾ സെൻട്രൽ മിഡ്ഫീൽഡിൽ പ്യൂട്ടിയെയും ആയുഷും ആദ്യ പാദത്തിൽ ഗംഭീര കളി കളിച്ചു. അവർ രണ്ടുപേരുമാണ് ഗ്രെഗ് സ്റ്റുവർട്ടിനെ നിശബ്ദനാക്കി നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. സോ ഗ്രെഗ് സ്റ്റുവർട്ടിനെ സൈലന്റ് ആക്കി നിർത്തി എന്നുള്ളതാണ് ആദ്യ പാദം കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കാൻ വളരെ നിർണായകമായത്. വീണ്ടും ഒരിക്കൽ കൂടി സ്റ്റുവർട്ടിനെ സൈലന്റ് ആക്കി ഈ മത്സരത്തിൽ കംപ്ലീറ്റ്ലി സൈലന്റ് ആക്കിയാൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയ സാധ്യതകൾ ഉള്ളൂ എന്നുള്ളത് ആരും മറന്നു പോകരുത്. ഡിഫൻസ് നമ്മൾ ഓക്കെയാണ്. സെന്റർ ബാക്ക് സ്ഥാനത്ത് ഹോർമി പാമും ലെസ്കോവിച്ചും കഴിഞ്ഞ കളി രണ്ടുപേരും ഒരേപോലെ ഹീറോ ഓഫ് ദ മാച്ചിന് അർഹരായിരുന്നു. രണ്ടുപേരും ബ്രില്യന്റ് പെർഫോമൻസ് ആയിരുന്നു. ആ ഒരു ഡെയറിംഗ് പെർഫോമൻസ് അവർ ഈ മാച്ചിലും തുടരട്ടെ എന്ന് നമുക്ക് ആശിക്കാം, പ്രാർത്ഥിക്കാം. സഹലും അൽവാരോയും ഒന്ന് സൂക്ഷിക്കണം. ബിക്കോസ് രണ്ടുപേരും ഓരോ യെല്ലോ കാർഡ് കണ്ടു കഴിഞ്ഞു. ഓർക്കുക 2016 നമ്മൾ ഇതിനു മുൻപ് ഫൈനൽ കളിച്ചപ്പോൾ ആ ഫൈനൽ മാച്ച് കളിക്കാൻ നമ്മുടെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലെയർ ഹോസുവിന് അന്ന് ഫൈനൽ മാച്ച് കളിക്കാൻ പറ്റിയില്ല. ഓൺലി ബിക്കോസ് ഹോസുവിന് 2 സെമിയിലും ഓരോ കാർഡ് കിട്ടി ഫൈനലിൽ സസ്പെൻഷനായി പുറത്തിരിക്കേണ്ടി വന്നു. സോ രണ്ടുപേരും സഹലും അൽവാരോയും സെക്കൻഡ് പാദം കളിക്കുമ്പോൾ സെമി കളിക്കുമ്പോൾ ലിറ്റിൽ ബിറ്റ് കോൺഷ്യസ് ആയി കളിക്കുക എന്നുള്ളതാണ്. അതൊന്ന് കോച്ച് പറയുന്ന പോലെ ഇവരൊക്കെ മെച്യൂർഡ് പ്ലെയേഴ്സ് ആണ്. ഇവർക്കൊക്കെ അവരവരുടെ കാര്യങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണ്. ആ മെച്യൂരിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് അവർ കളിക്കും എന്നുള്ള കോച്ചിന്റെ വാക്കുകൾ തന്നെ നമുക്ക് മുഖവിലേക്ക് എടുക്കാം. ഏതായാലും മത്സരത്തിലേക്ക് പോകുമ്പോൾ ഒപ്പം നിൽക്കാൻ നമുക്ക് നമ്മുടെ സ്വന്തം മഞ്ഞപ്പടയ്ക്കൊപ്പം, നമ്മുടെ സ്വന്തം ടീമിനൊപ്പം, കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഏഷ്യാനെറ്റ് പ്ലസിൽ 15-ാം തീയതി ചൊവ്വാഴ്ച മാർച്ച് 15 ചൊവ്വാഴ്ച വൈകിട്ട് 7 മണിക്ക് മലയാളം കമന്ററി ബോക്സിൽ ഞാൻ ഉണ്ടാകും. ഒരു സംശയവും വേണ്ട, എന്റെ ഉറപ്പാണ്, ഞാനുണ്ട് 2ാം പാദത്തിലും കമന്ററി പറയാൻ. സോ ചൊവ്വാഴ്ച വൈകിട്ട് 7 മുതൽ ഏഷ്യാനെറ്റ് പ്ലസിലും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലും മലയാളം കമന്ററിയോടെ തത്സമയം 2ാം പാദ സെമി ഫൈനലിന്റെ 2ാം പാദം ആസ്വദിക്കാൻ ഞാൻ തയ്യാറാണ്. ഏതായാലും നിങ്ങളും തയ്യാറായി കഴിഞ്ഞു ഞാൻ കരുതുന്നു. ഞാൻ ഒരിക്കൽ കൂടി ആദ്യം പറഞ്ഞിടത്ത് തന്നെ അവസാനിപ്പിക്കുകയാണ്. വേൾഡ് കപ്പ് വിജയാഘോഷത്തിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് 3 ദിവസം മുൻപ് നമ്മൾ കണ്ടത്. ഓരോ മത്സരങ്ങളും ഞങ്ങൾക്ക് വേൾഡ് കപ്പ് പോലെ തന്നെയാണ് എന്ന് നമ്മുടെ കോച്ച് പറഞ്ഞത് ഇവിടെ കൂട്ടിച്ചേർത്ത് വായിക്കണം. അതുകൊണ്ട് യഥാർത്ഥ വെടിക്കെട്ട് ഇനിയാണ് വേൾഡ് കപ്പ് ആഘോഷത്തിന്റെ യഥാർത്ഥ വെടിക്കെട്ട് മക്കളെ.